മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും എതിരെയുള്ള ഓപ്പറേഷൻ തുഫാൻ അതിശക്തമായി തന്നെ നടന്നു വരികയാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അത് കേന്ദ്രീകരിച്ചുള്ള പുതിയ ഓപ്പറേഷനുകളും മറ്റ് സംഭവങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ കൃത്യമായ ഏകോപനത്തോടു കൂടിയ അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഇതിനിടയിൽ കൊച്ചിയിൽ നിന്ന്, തൃപ്പൂണിത്തുറയിൽ നിന്ന് ഒരു വാർത്ത. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ ബാരക്കിൽ ഉണ്ടായിരുന്നു. രാവിലെ മറ്റ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ 3 പോലീസുകാർ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലാണ്. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ മദ്യപിക്കുന്നത് തീർച്ചയായിട്ടും നിയമപരമായി തെറ്റാണ്, കുറ്റമാണ്. നിയമപാലകരാണ്. അവർ ഡ്യൂട്ടിയിൽ നാടിനെ സേവിക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. അവർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ലക്കുകെട്ട് ഇരിക്കുന്നതും അവരിൽ നിന്ന് മദ്യക്കുപ്പികൾ പിടിച്ചെടുക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് നാണക്കേട്ടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. കൊച്ചി ഹിൽ പാലസ്, തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പോലീസ് ക്യാമ്പിലെ ബാരക്കിൽ ഇരുന്ന് മദ്യപിച്ച 3 പോലീസുകാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കേരള ആംഡ് പോലീസ് 1-ാം ബറ്റാലിയനിലെ KU അഭിലാഷ്, തീർച്ചയായിട്ടും അവരുടെ പേര് ആവർത്തിച്ചു പറയും, KU അഭിലാഷ്, ബറ്റാലിയനിലെ N നവാസ്, M വിഷ്ണു എന്നിവർക്കെതിരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ഈ 3 പോലീസുകാരും ചെയ്തത് അക്ഷന്തവ്യമായ കുറ്റം തന്നെയാണ്, അപരാധം തന്നെയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസുകാരെ വെട്ടിച്ച് കടന്നു കളഞ്ഞ KU അഭിലാഷിനായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഓടി രക്ഷപ്പെട്ടു. അയാളെ ഇനിയിപ്പോൾ പിടിച്ച് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 7:30 പോലീസ് ഓഫീസർമാർ ബാരക്കുകളിൽ നടത്തിയ പതിവ് പരിശോധനയ്ക്കിടെയാണ് ഈ 3 പോലീസുകാർ മദ്യപിച്ച് ലക്കുകെട്ട്, അവർക്ക് സ്ഥലകാല ബോധം പോലും ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇവരിൽ നിന്ന് മദ്യക്കുപ്പികളും ഗ്ലാസുകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. തുടർന്ന് ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ തള്ളിമാറ്റി ഈ KU അഭിലാഷ് എന്ന് പറയുന്ന പോലീസുകാരൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സസ്പെൻഷനിലായ പോലീസുകാർക്കെതിരെ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അസിസ്റ്റന്റ് കമാൻഡന്റിനെ ചുമതലപ്പെടുത്തി. ഓടിപ്പോയ പോലീസുകാരനെ കണ്ടെത്താൻ ക്യാമ്പ് അധികൃതർ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പോലീസുകാർക്ക് ഇപ്പോൾ സർക്കാർ മദ്യം കൊടുക്കുന്നുണ്ട്, അവർക്ക് മദ്യപിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഡ്യൂട്ടിയിൽ അല്ലാത്ത സമയത്ത് മാത്രം, ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട് ഇങ്ങനെ പോലീസുകാർ ബോധമില്ലാതെ ഇരിക്കുന്നത് അത് നമ്മുടെ ക്രമസമാധാന നിലയെ തന്നെ, അല്ലെങ്കിൽ ക്രമസമാധാന സ്ഥിതിയെ തന്നെ കാര്യമായി ബാധിക്കും. ഇപ്പോൾ KAPയുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന, ബാരക്കിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ എന്തെങ്കിലും ഒരു അത്യാവശ്യ സംഭവത്തിന് വിളിക്കുകയാണെങ്കിൽ അവർ മദ്യപിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ കിടക്കുകയാണെങ്കിലോ ഇരിക്കുകയാണെങ്കിലോ ഒക്കെ നമ്മുടെ പോലീസിൻ്റെ അവസ്ഥ എന്താകും? അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കും? അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതെങ്ങനെ കൈകാര്യം ചെയ്യും? തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയങ്ങളിൽ കൂടി ഇടപെടണം. പോലീസുകാരിലും ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധമായി, ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം, ഒരു വിഭാഗം, വളരെ ചെറിയ ഒരു വിഭാഗം ആളുകൾ ക്രിമിനൽ മൈൻഡുള്ളവരാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. കൂടുതൽ അന്വേഷണങ്ങൾ സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ പോലീസ് ക്യാമ്പുകളിലേക്കുമൊക്കെ വ്യാപിപ്പിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തി അതിനുവേണ്ട നടപടി സ്വീകരിക്കാൻ ഉള്ള അടിയന്തരമായ നടപടി സ്വീകരിക്കണം, അടിയന്തരമായ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം, അദ്ദേഹം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, കൃത്യമായി തന്നെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. ഓപ്പറേഷൻ തൂഫാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഐഡിയയാണ്. അപ്പം പോലീസുകാർ സ്റ്റേഷനുകളിലും ക്യാമ്പുകളിലുമൊക്കെ മദ്യപിച്ച് ബോധമില്ലാതെ ഇരിക്കുന്ന ഈ അവസ്ഥ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. പോലീസുകാരും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ പോലീസ് മേധാവിമാരും ഒക്കെ തന്നെ ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിച്ച് നടപടിയെടുക്കണം, മുമ്പോട്ട് പോകണം. നമ്മുടെ നാടിന് വേണ്ടിയാണ് പോലീസുകാർ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അവരെയൊക്കെ തന്നെ ബഹുമാനിക്കുന്നു. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്. പോലീസുകാർ ഡ്യൂട്ടിക്കിടയിൽ മദ്യപിക്കുന്നത് ഒട്ടും ആശാസ്യമായ ഒരു കാര്യമല്ല. അത് നിയമപരമായും സാമൂഹ്യമായും ഒക്കെ തന്നെ വലിയ തെറ്റ് തന്നെയാണ്.